ബിനീഷ് കോടിയേരിക്ക് ഒപ്പം നിർത്തിയാണ് ഈ ഗൃഹസന്ദർശനം ഒക്കെ നടത്തുന്നത്. എങ്ങനെ തോന്നുന്നു ഈ വോട്ടഭ്യർത്ഥനയ്ക്ക് ഇതുവരെ എത്തിയ വിജയം നമുക്ക് സുനിശ്ചിതമാണ്. കാരണം ജനങ്ങൾ അത്തരത്തിലാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളതും അതോടൊപ്പം ഇവിടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നടത്തിയ പ്രവർത്തനം നമുക്ക് കൂടുതൽ പിന്തുണ വന്നു. ബിനീഷിൻ്റെ ഇന്നത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകി. കാരണം നമുക്കറിയാം, ഒരു എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു നേതാവിൻ്റെ മകനാണ്. അതിലുപരി ബിനീഷിൻ്റെതായിട്ടുള്ള വ്യക്തിത്വത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിനും അതോടൊപ്പം നിരവധി വ്യക്തികൾക്കുമൊക്കെ നൽകുന്ന ഒരു ആളും കൂടിയാണ് ബിനീഷ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് രാവിലെ കൂടുതൽ ആവേശത്തോടെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ ഈ മഴയത്തും രാവിലെ 7:30 തീരുമാനിച്ചത്. ഞങ്ങൾ 8 മണിയായി. കാരണം പൊതുജനങ്ങളെല്ലാം ഒന്ന്, പ്രത്യേകിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് അവധിയും കൂടിയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് ലാഗ് ചെയ്ത് എണീക്കുന്ന ഒരു ദിവസം കൂടി ആയതുകൊണ്ട് ഞങ്ങൾ പക്ഷേ ഇറങ്ങിയ വീടുകളിലൊക്കെ വലിയ ആവേശത്തോടുള്ള സ്വീകരണവും സന്തോഷമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ബിനീഷ് പ്രചാരണ രംഗത്ത് എങ്ങനെ പോകുന്നു? കൊഴുക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് എനിക്കറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ മത്സരിക്കുന്നു. അപ്പോൾ അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരുപാട് സുഹൃത്തുക്കൾ മത്സരിക്കുന്നു. ഇപ്പോൾ രാജി ചേച്ചിയൊക്കെ ASF AYF സമയം തൊട്ട് ഞാൻ വന്ന സമയം തൊട്ട് ഇവിടെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന സമയം തൊട്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും ഇന്ന് ഇപ്പം രാവിലെ രാജി ചേച്ചിയുടെ കൂടെ വീടുകളിലേക്ക് ഇറങ്ങിയപ്പം അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്, രാജി ചേച്ചി കിട്ടുന്ന സ്വീകാര്യത പറഞ്ഞാൽ മറ്റ് എങ്ങനെയായിരിക്കണം ഒരു കൗൺസിലർ ഇടപെടേണ്ടത് ജനങ്ങൾക്കുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് രാജി ചേച്ചി എന്നാണ് എനിക്ക് ഇന്നത്തെ ഗൃഹസന്ദർശനത്തിൽ മനസ്സിലായത്. കാരണം എല്ലാവരും വോട്ട് ചോദിക്കാൻ വരുമ്പോൾ രാജിക്കല്ലാതെ മറ്റാർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അത് അവരുടെ സ്നേഹം, അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ രാജി ചേച്ചി എങ്ങനെയാണ് അവരോട് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലേഴ്സ് എല്ലാം തന്നെ എത്തരത്തിലാണ് ജനങ്ങളോട് ഇടപെട്ട് നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എത്തരത്തിലാണ് ജനങ്ങൾ അവരോട് ചേർന്ന് നിന്നിട്ടുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഓരോ വീടുകളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഹൗസ് ക്യാമ്പയിനുകളിൽ പോകുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു വലിയ മത്സരത്തിലേക്ക് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോകുന്നത്. അപ്പോൾ അതൊരു വലിയ രീതിയിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായിരുന്നു രാജി ചേച്ചി, ഈ വാർഡിൽ നിന്നും രാജി ചേച്ചി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ച് വരിക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ സഖാക്കളും മഴയത്ത് ഇത്രയും വലിയ മഴയായിട്ട് കൂടി എല്ലാവരും അതിൻ്റെ ആവേശം ഒന്നും ചോർന്നു പോകാതെ പോകുന്നു. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 5-6 സീറ്റുകളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുന്നണിയായിട്ട് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ ആവേശത്തിനാണ് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് നിൽക്കുന്നു. ജനങ്ങൾക്ക് ഈ നാടിൻ്റെ വികസനത്തുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ ഈ മുന്നോട്ട് പോകുന്ന ഈ വികസനം തുടരുവാൻ വേണ്ടി ഇടതുപക്ഷത്തെ തന്നെ ചേർത്ത് പിടിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ വിജയത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അതൊരു വലിയ ഊർജ്ജമായിട്ട് കേരളത്തിലുള്ള എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ജനങ്ങളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ. അപ്പോൾ അവർ ഒരു 45-നും 50-നും ഇടയ്ക്ക് ഉള്ള പ്രായമുള്ള വ്യക്തിത്വങ്ങളാണ് എല്ലാവരും ഉള്ളത്. ഒരു 80% ആളുകളും അങ്ങനെയുള്ളവരാണ്. അപ്പോൾ യുവത്വത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് തന്നെ അവതരിപ്പിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന യുവത്വത്തെ തന്നെ LDF അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പം പുതുതായിട്ട് നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ സാധാരണ നമ്മൾ ഹൗസ് ക്യാമ്പയിനുകളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പറയുവാൻ വേണ്ടി ഇല്ലാതിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് LDF പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് പറയുവാൻ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഗുണഭോക്താക്കളായിട്ടുള്ളതുണ്ട്. ലൈഫ് മിഷനുണ്ട്, ആരോഗ്യരംഗമുണ്ട്, വിദ്യാഭ്യാസ രംഗമുണ്ട്, റോഡുകളുണ്ട്, വ്യവസായ രംഗത്ത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ 1ാം സ്ഥാനത്ത് വന്നതായിട്ടുണ്ട്, അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ഒരു സംസ്ഥാനം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ അത് ഒരു വെറും വാക്കായി മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല, അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ട് യാഥാർത്ഥ്യമാക്കിയ ഒരു ഗവൺമെൻറ് വീണ്ടും ജനങ്ങളോട് വോട്ട് ചെയ്യിക്കുമ്പോൾ ഈ ഗവൺമെൻറ് ഞങ്ങളേത് കൂടിയാണ്, ഈ ഗവൺമെൻറ് തുടരേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന തരത്തിലാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഉറപ്പായും അത് അദ്ദേഹത്തിൻ്റെ അഭാവമൊക്കെ പാർട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ട് വലിയ രീതിയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ അഭാവം ഉണ്ടായെങ്കിൽ പോലും ആ അഭാവത്തെ കൂട്ടുത്തരവാദിത്തത്തോടുകൂടി നികത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇടതുപക്ഷം എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഇടതുപക്ഷത്തിനുള്ള സമാരധീയനായിട്ടുള്ള നേതാക്കൾ നഷ്ടപ്പെട്ടപ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിടവുകൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സൂചിപ്പിച്ചത് അത് അവർ ജനങ്ങളോട് ചേർന്ന് നിന്നതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ആ വിടവ് നിലനിൽക്കുമ്പോൾ തന്നെ അവർ ഇവിടെ ചെയ്തു വെച്ച് പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഊർജ്ജമാകുന്നത്. അത്തരത്തിൽ അച്ഛൻ്റെ അഭാവത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സഖാക്കളൊക്കെ തന്നെ എന്തായിരുന്നോ കോടിയേരി പറഞ്ഞു വെച്ചിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. അത് ആ അഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരും കൂട്ടുത്തരവാദിത്തത്തോടു കൂടിയിട്ട് ഇടതുപക്ഷം ഒറ്റക്കെട്ടായിട്ട് ആ വിടവ് നികത്തുകയും മുന്നോട്ട് പോകുന്ന പ്രയാണത്തിൽ അതൊരു വലിയ ഊർജ്ജമാവുകയും ചെയ്യും. ബിനീഷെ കാണുമ്പോഴുള്ള അവരുടെയൊക്കെ ഒരു സ്വീകാര്യതയൊക്കെ എങ്ങനെയാണ്? ബിനീഷ് ഈ വാർഡിൽ താമസിച്ചിരുന്ന കൂടി വ്യക്തിയാണ്. ടാഗോർ നഗറിൽ അച്ഛൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ ടാഗോർ നഗറിൽ തന്നെയുള്ള
വോട്ടറും കൂടെ ആയിരുന്നു, ഇവിടെ താമസക്കാരനും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ ഒരു പിന്നെ അല്ലെങ്കിൽ പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. അതല്ലാതെ തന്നെ ബിനീഷിനെ പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. വളരെ സന്തോഷം, സ്നേഹത്തോടെ ബിനീഷൊക്കെ ഇറങ്ങിയല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ജനങ്ങളുടെ മനസ്സിലുണ്ട്. തീർച്ചയായും അത്രയും താഴെത്തട്ടിലേക്ക് നമ്മുടെ നേതാക്കളുടെ അടുത്ത തലമുറയും ഒക്കെ ഇറങ്ങുന്നു എന്നുള്ളത് ജനത്തിന് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ മഴയൊന്നും വകവയ്ക്കാതെ തന്നെ രാവിലെ മുതൽ തന്നെ പ്രചാരണത്തിലൊക്കെ ഇറങ്ങുന്നു, അതിൻ്റെ ഒരു ഊർജ്ജമൊക്കെ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. ആരും ഇവിടെ പാർട്ടി പ്രവർത്തകരല്ലാത്തവരല്ല. ഒരു കാലഘട്ടത്തിലും ഞങ്ങളാരും പുറകോട്ട് നിന്നിട്ടില്ല. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും കോവിഡ് ആണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. എല്ലാ മനുഷ്യരുടെയും ദൈന്യതകൾ മാറ്റാനുള്ള പ്രസ്ഥാനമാണ് ഞങ്ങൾ. നിങ്ങൾക്കറിയാം, ചൂരൽമല മുണ്ടക്കൈയൊക്കെ വിഷയം വന്നപ്പം ഓടി നടന്ന DYFI AYFI പ്രവർത്തകരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ മഴയത്തും വെയിലത്തും ഒന്നും തളരുന്നവരല്ല ഒരു മനുഷ്യരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഊർജ്ജം നന്നായിട്ടുണ്ട്. ആശംസകൾ.